ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ജൂൺ 20 നടക്കാൻ പോകുന്ന CPO പരീക്ഷയുടെ തയ്യാറെടുപ്പ് എവിടം വരെ എത്തി, എല്ലാരും പഠിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് മലയാളത്തില് നിങ്ങൾ എന്തായാലും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ എന്താ, നമുക്ക് അപ്ഡേഷൻ ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ കുറെ കാര്യങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് ഡെയിലി ഫ്രീ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പരീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം എന്താ, ഈ പറയുന്ന റിവിഷൻ നടത്തണം അല്ലെ. റിവിഷൻ നടത്തണമെങ്കിൽ എങ്ങനെ സാധിക്കും, എക്സാം എഴുതണം. അപ്പൊ അതിനുറപ്പായിട്ടും നിങ്ങൾക്ക് CCയുടെ ആപ്പ് സഹായിക്കും. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി വേറൊരു കാര്യം കൂടി പറയാം. അപ്പൊ എല്ലാരും പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് എനിക്കറിയാം, എങ്കിലും പഠിച്ചിട്ട് എവിടെ എത്തുന്നില്ല മിസ്സേ, പഠിച്ചൊക്കെ മറന്നു പോവുകയാണ്. ഇനി എങ്ങനെയാ തുടങ്ങേണ്ടത്, ഇങ്ങനെ കുറെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നിൽക്കുവാണെങ്കിൽ ഇനി ഒട്ടും സമയം കളയണ്ട. ഇതാ പറഞ്ഞു ജൂൺ 20 ഇപ്പൊ എത്തൂലേ. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതിയൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ബൂസ്റ്റർ ബാച്ച്. അതായത് ഡെയിലി 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും, ഡെയിലി എക്സാം ഉണ്ടാകും, നിങ്ങൾക്ക് നോട്ട് തരും. അങ്ങനെ നമുക്ക് ഇതൊന്ന് പഠിച്ച് സൂപ്പറാക്കി നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. മലയാളത്തിൽ ഞാനും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ CPOയുടെ ചോദ്യപേപ്പറിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, വേഗം ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. ദേ നോക്കിക്കേ, നമ്മുടെ ആദ്യത്തെ ചോദ്യം CPOയുടെ പരീക്ഷയിൽ ഒന്നാമത് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്, സോമൻ, വിധു, ഇന്ദ്രൻ ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. A ചന്ദ്രൻ, B ചന്ദ്രിക, C ദ്യോവ്, D സൂര്യൻ. ഇതിന്റെ ഉത്തരം എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്തായിരിക്കും? സോമൻ അല്ലെ, സോമൻ, ശശി എന്നൊക്കെ പറയുന്നത് ആരാണ്? ചന്ദ്രനാണ് അല്ലെ, ചന്ദ്രനാണ്. അപ്പൊ ഓപ്ഷനിൽ അടുത്തത് ചന്ദ്രിക. ചന്ദ്രിക ആരാ? നിലാവാണ് ചന്ദ്രിക അല്ലെ. ദ്യോവ്, ദ്യോവ് എന്ന് പറഞ്ഞാലോ ആകാശമാണ്. സൂര്യനെ പിന്നെ നമുക്കറിയാം. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, മിസ്സേ പര്യായ പദങ്ങളൊക്കെ എന്തോരം പഠിക്കാനുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? പര്യായം, പദശുദ്ധി, ഒറ്റപദം, വിപരീതം, ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കാനാ? പക്ഷെ നമ്മുടെ 10 മാർക്കിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഈ ഭാഗത്ത് നിന്നാണ് അല്ലെ. അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. നിങ്ങൾ 2025 നടന്നേക്കുന്ന എല്ലാ PSCയുടെ ചോദ്യ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. അതില് നമുക്ക് വ്യക്തമായിട്ട് കാണാം റിപ്പീറ്റേഷൻ വരുന്നത്. അതായത് ഒരേ സാധനം തന്നെയാണ് തിരിച്ചും മറിച്ച് എന്ത് ചെയ്യുന്നത്, ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ആകെ കൂടി വന്നിരിക്കുന്ന മാറ്റം എന്താണെന്നറിയോ? ഇങ്ങനെ ഒറ്റ രീതിയിൽ എഴുതുന്നതിന് പകരം 1, 2, 2, 3, 3, 4 ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ കൂടി വന്നു എന്ന് മാത്രം. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഏത് പരീക്ഷ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുന്നത് എന്താ, ഈ പ്രകൃതിയെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഓരോ പര്യായങ്ങളാണ്. നിങ്ങൾ ആകാശം പഠിക്കാം, ഭൂമിയെ കുറിച്ച് പഠിക്കണം, നദിയെ കുറിച്ച് പഠിക്കണം, സമുദ്രത്തെ കുറിച്ച് പഠിക്കണം, നക്ഷത്രത്തെ കുറിച്ച് പഠിക്കണം, നിലാവിനെ പഠിക്കണം, അതുപോലെ സൂര്യനെ പഠിക്കാം. ഇതുപോലുള്ള കാര്യങ്ങള്, അതുപോലെ മേഘം, താമര, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതലും ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇവയുടെ മറ്റ് പേരുകൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഒന്ന് നോക്കാം അല്ലെ. നോക്കാം. ഇതില് ചന്ദ്രൻ, ചന്ദ്രനെ കുറിച്ച് നോക്കിക്കേ. തിങ്കൾ, ചന്ദ്രൻ എന്ന് പറയുന്നത് തിങ്കളാണ് എന്ന് നമുക്കറിയാം. മതി എന്ന് പറയാറുണ്ട്, ശശി, ശശി എന്ന് പറയാറുണ്ട്, ശശാങ്കൻ എന്ന് പറയാറുണ്ട്. പിന്നെയോ ഇന്ദു, കലാനിധി, സോമൻ, ശശധരൻ. ശശധരൻ എന്ന് പറഞ്ഞ ചന്ദ്രനാണ്, പക്ഷെ ശശിധരൻ എന്ന് പറഞ്ഞാലോ ചന്ദ്രക്കല തലയിലുള്ളവൻ എന്ന അർത്ഥത്തില് ശിവനെ കൂടി പറയാറുണ്ട് കേട്ടോ. പിന്നെ ഹിമാംശു. അപ്പൊ ചന്ദ്രന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രന്റേത് തിങ്കളുണ്ട്, മതിയുണ്ട്, ശശിയുണ്ട്, ശശാങ്കനുണ്ട്, ഇന്ദു ഉണ്ട്, കലാനിധി ഉണ്ട്, സോമനുണ്ട്, ശശധരനുണ്ട്, ഹിമാംശു ഉണ്ട്. ഇനി നമ്മുടെ ഓപ്ഷനിൽ അടുത്തത് നോക്കിക്കേ, ചന്ദ്രിക. ചന്ദ്രിക എന്ന് പറയുമ്പോഴോ നിലാവ് അല്ലെ, നിലാവാണ്, കൗമുദിയാണ്,
ജ്യോത്സ്നയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദ്യോവ്, ദ്യോവ് എന്ന് പറഞ്ഞാലോ ആകാശം എന്നും അർത്ഥമുണ്ട്, സ്വർഗം എന്നും അർത്ഥമുണ്ട്. സ്വർഗം എന്ന് പറയുമ്പോ തന്നെ മറ്റൊരർത്ഥം കൂടി ഉണ്ട് അല്ലെ, നാഗം എന്ന് പറയുന്ന അർത്ഥം കൂടി എന്തിനുണ്ട്, സ്വർഗത്തെ പറയാറുണ്ട്. നാഗം എന്നോ സ്വർഗത്തെ പറയാറുണ്ട്. പിന്നെ സൂര്യനെ കുറിച്ച് പറയുമ്പോ നോക്കിക്കേ, ഭാസ്കരൻ, ദിവാകരൻ, രവി, ആദിത്യൻ, അതുപോലെ കതിരവൻ, ഇങ്ങനെയുള്ള പേരുകൾ ആർക്കും ഉണ്ട്, സൂര്യനും ഉണ്ട്. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് എനിക്കൊന്ന് LDC പരീക്ഷയ്ക്കാന്ന് തോന്നുന്നു, അവിടെ നമ്മളോട് കൂടുതൽ ചോദിച്ചത് സമുദ്രത്തിന്റെയാണ്. സമുദ്രത്തെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ സമുദ്രത്തിന്റെ പര്യായമായിട്ട് ചോദിച്ചേക്കുന്നത് എപ്പോഴും കാണുന്നതാണ് എന്ത്, അലയാളി എന്ന് പറയുന്ന പേര്, രത്നഗർഭം എന്ന് പറയുന്ന പേര്, പാരാവാരം എന്ന് പറയുന്ന പേര്. പിന്നെ PSC അടുത്തിടെ ചോദ്യങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന നദിയുടെ പര്യായമായിട്ടുള്ള നിമ്നക, നിമ്നക, ഇതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. അപ്പൊ പര്യായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, നമ്മുടെ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യം. തെറ്റായ പദം ഏത്? ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം, വൃശ്ചികം എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരാളാണ് യാദൃച്ഛികം അല്ലെ. പൊതുവെ നമ്മള് പരീക്ഷയ്ക്ക് വരാറ് എങ്ങനെയാ, യാദൃശ്ചികവും തരാറുണ്ട്, യാദൃച്ഛികവും തരാറുണ്ട്. നമ്മളെ തെറ്റിക്കാനാ, പക്ഷെ നമ്മുടെ ഉത്തരം ഏതാണ്, യാദൃച്ഛികം. ശരിയല്ലേ? ശരിയാണ് അല്ലെ. ഐച്ഛികം, നീ ഏത് വിഷയം ഐച്ഛികമായിട്ട് എടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോ ഐച്ഛികവും കറക്റ്റ് ആണ്. അനാച്ഛാദനം ശരിയല്ലേ, അനാച്ഛാദനം ശരിയാണ്. എന്നാൽ വൃശ്ചിക മാസം നല്ല പറയാം, മറിച്ച് നമ്മൾ ഇവിടെ എന്ത് പറയും, വൃശ്ചികം, വൃശ്ചിക മാസം എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. വൃശ്ചിക മാസം എന്ന് നമ്മൾ പറയും. അപ്പൊ അല്ല, വൃശ്ചികമല്ല, വൃശ്ചികമാണ് എന്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഉത്തരം ഏതാ, ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതുപോലെ നമ്മളോട് പരീക്ഷയ്ക്ക് അടിമത്വം, അടിമത്തം എന്ന് വരാറുണ്ട്. അടിമത്വമാണോ അടിമത്തമാണോ? അടിമത്വമല്ല, അടിമത്തം. അതുപോലെ അതിഥി എന്ന് പറയുന്ന ഒരു സാധനം വരാറില്ലേ, അതിഥി എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ അതിഥി എഴുതുന്നത്? അല്ല, മറിച്ച് നമുക്കറിയാം അതിഥി ആരാ, തിഥി നോക്കാതെ വരുന്നയാളാണ് അല്ലെ. തിഥി നോക്കാതെ വരുന്നയാളാണ് ആര്, അതിഥി എന്ന് നമ്മള് പറയുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊന്നാണ് ഏത്, ഹാർദം എന്ന് പറയുന്ന പദം. ഹാർദം റിപ്പീറ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ പദശുദ്ധി പഠിക്കുമ്പോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സംസ്കൃത പദങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ എപ്പോഴും എന്ത് പ്രത്യയ വരുക, ത്വം എന്ന് പറയുന്ന പ്രത്യയവും. മലയാള പദങ്ങളാണെങ്കിൽ അവിടെ എപ്പോഴും എന്തായിരിക്കും, തം എന്ന പ്രത്യയ വരിക അല്ലെ. ഇപ്പൊ ആണത്തം, പെണ്ണത്തം, അടിമത്തം, ഇതൊക്കെ നമ്മുടെ മലയാളം പദങ്ങളാ. ഇനി സംസ്കൃതത്തിൽ നിന്ന് എടുക്കുമ്പോഴോ സ്ത്രീത്വം എന്ന് പറയാം, മഹത്വം, കവിത്വം എന്നൊക്കെയാണ് പറയാറ്. അപ്പൊ സംസ്കൃത പദങ്ങളുടെ കൂടെയാണെങ്കിൽ ത്വം എന്നും മലയാള പദങ്ങളുടെ കൂടെയാണെങ്കിൽ തം എന്നും ആയിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കാം. അതുപോലെ നമ്മൾ മലയാളികള് ഉച്ചരിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യും, കുറെ നീട്ടലുകൾ കൊടുക്കും അല്ലെ. വായനാശീലം, ചുമതലാബോധം, ജാഗ്രതാവസ്ഥ, ഇതൊക്കെ തെറ്റല്ലേ? ഇതൊക്കെ തെറ്റാണ്. എങ്ങനെ പറയും, ചുമതലബോധം അല്ലെ, വായനശീലം, ജാഗ്രത അവസ്ഥ. അപ്പൊ ഒന്നിനും നീട്ടലുകൾ ഇല്ല എന്ന് കൂടി ശ്രദ്ധിക്കാം. അതുപോലെ ഭൗതിക പരം എന്ന് പറയുന്നത് വസ്തുതാപരം, പരം എന്ന് പറയുന്ന ഒരു വാക്കും മലയാളത്തിൽ ഉണ്ടാകാറില്ല. കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ഡിഗ്രി പ്രിലിംസിന്റെ എക്സാമിന് ചോദിച്ച 2 വാക്കുകൾ കൂടി ഞാൻ പരിചയപ്പെടുത്താം. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നും പറഞ്ഞു കൊടുത്തതില് ഒന്നാണ് ഈ അതാത്. അതാത് സീറ്റിൽ ഇരിക്കുക കുട്ടികളെ എന്ന് പറയാറില്ലേ, അതാത് സംസ്കാരത്തെ പിന്തുടരുക. ശരിക്കും അതാത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടോ മലയാളത്തില്? ഇല്ല. മറിച്ച് എങ്ങനെ പറയാവൂ, അതത് സംസ്കാരം എന്നേ പറയണ്ടു അല്ലെ, അതത്. അതുപോലെ തന്നെ അപാകത, ഇതിനെന്തോ ഒരു അപാകതയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും അപാകത എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ പറയാ, അഭാഗം, അത്രേ ഉള്ളൂ. അപാകത ഇല്ല, അഭാഗമുണ്ട്.
അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകളാണ് നമ്മുടെ വലിയൊരു മാർക്ക് തന്നെ ഇല്ലാതാക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന SCERT ടെക്സ്റ്റിലെ ചില പദങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നാഗം എന്നതിന്റെ വിപരീത പദം ഏത്? നാഗത്തിൻ്റെത് നുകം, നാഗം, നരകം, നഗരം. ഇവിടെ ഈ നാഗത്തെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മുടെ ഉള്ളൂര് SCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രേമസംഗീതം എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് ഉള്ളൂരിന്റെ. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നാമേ പണിവത് നാഗവും നരകവും അതുപോലെ. നമുക്ക് നാമേ പണിവതും നാഗവും നരകവും അതുപോലെ. അപ്പൊ ഈ നാഗത്തിന്റെ അർത്ഥം എന്താണ്? ഈ നാഗത്തിന്റെ അർത്ഥം സ്വർഗമാണ്, സ്വർഗം. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വിപരീതമായത് കൊണ്ട് തന്നെ ഉത്തരം എന്തായിരിക്കും? നരകമായിരിക്കും അല്ലെ. നമ്മൾ തന്നെയാണ് നാഗം പണിയുന്നത്, സ്വർഗം പണിയുന്നത്, നരകവും പണിയുന്നത്. ഈ നാഗമാണെങ്കിൽ അർത്ഥം മാറിയില്ലേ. എന്താ അർത്ഥം? പാമ്പ് എന്നുള്ള അർത്ഥത്തിൽ വന്നു. നാഗം പാമ്പാണ്. അപ്പം എന്താ? ഉരകം എന്ന് പറയാറുണ്ട്. ഉരസ് കൊണ്ട് നീങ്ങുന്നതാണ് പാമ്പ്. പന്നകം എന്ന് പറയാറുണ്ട്. അപ്പൊ ഉരസ് കൊണ്ട് നീങ്ങുന്ന ഉരകം, പന്നകം, നാഗമൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് കാണാറുണ്ട്. ഇനി നമ്മൾ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോ വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. PSC പരീക്ഷയ്ക്ക് വാക്യശുദ്ധി ഇല്ലാതെ എന്ത് ചോദ്യം അല്ലെ. നമ്മൾ പഴയ റീൽസിലൊക്കെ പറയുന്നത് പോലെ ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ വാക്യശുദ്ധി. എന്തുകൊണ്ടാ അങ്ങനെ? ചില ആളുകൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഇത് തന്നെ ഉത്തരം, ചിലപ്പോ അത് ശരിയാവും അല്ലെ. ചിലവർ പറയും C ആണല്ലോ ശരി, പക്ഷെ PSCയുടെ ആൻസർ വരുമ്പോഴേക്കും അത് D ആയിട്ട് മാറ്റപ്പെടും. ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്യത്തില് എന്തൊക്കെ തെറ്റുകൾ കടന്നു വരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ സൂപ്പറായിട്ട് ഒരു മാർക്ക് നേടാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചോദ്യം നോക്കാം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഇതിന്റെ ആൻസർ എന്തായിരിക്കാം? ഇതിന്റെ ഉത്തരം എന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ D ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. എന്താ ഇവിടെ ബാക്കിയുള്ളതിൽ തെറ്റ് നോക്കിയേ. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ്? പ്രത്യേകമായിട്ട് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നുണ്ട് അല്ലെ. റിപ്പീറ്റേഷൻ അല്ലേ, അതുകൊണ്ട് ഇത് തെറ്റ്. അടുത്തതോ, ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകിച്ച്. വീണ്ടും അവിടെ ഓരോരുത്തർ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ആൾക്കാരെ എടുത്തു പറയുന്നുണ്ട്. ഇനിയോ, ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണം. ഓരോരുത്തർക്കും പ്രത്യേകമായി എന്നുള്ള തെറ്റുണ്ട്. അതോടൊപ്പം പുസ്തകങ്ങൾ. ഇവിടെ ദോഷം 2 ആണ്. ഒന്ന് സംഖ്യാദോഷമുണ്ട്, 2 റിപ്പീറ്റേഷനും ഉണ്ട് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഓപ്ഷൻ D കറക്റ്റ് ആയി. ഇതെങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ഒരു വാക്യത്തില് എന്തൊക്കെ തെറ്റുകൾ കടന്നു വരും എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അതില് ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന 3 പാറ്റേൺ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതില് ഒന്നാമത്തേതാണ് ഇത്, പദക്രമഭംഗം. കേട്ടിട്ടുണ്ടാവുമല്ലോ, പദക്രമഭംഗം. എന്താ ഈ പദക്രമഭംഗം എന്ന് പറഞ്ഞാല്? അതായത് ഞാൻ നിങ്ങളോട് പറയാണ്, കിഴക്ക് സൂര്യൻ ഉദിച്ചു എന്ന് പറയാണ്. ശരിയല്ലേ? കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, ഓക്കെയാണ്. പക്ഷെ ഇത് വാക്യശുദ്ധിയിലേക്ക് വരുമ്പോ ഈ വാക്യം തെറ്റാകും. എങ്ങനെ തെറ്റാകും? ഒരു വാക്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവും. എങ്ങനെയാണെന്നറിയാവോ? കർത്താവ്, കർമ്മം, ക്രിയ. പ്രവൃത്തി ചെയ്യുന്ന ആൾ ആദ്യം വേണം, പ്രവൃത്തി അവസാനം വേണം. അപ്പൊ കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്ന ഈ ഘടന തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ദോഷത്തെ പദക്രമഭംഗം. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ പറയാം? സൂര്യൻ കിഴക്കുദിച്ചു. PSC മുന്നേ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു, വളഞ്ഞ കാലുള്ള കുറുപ്പിന്റെ കുട കാണാനില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതും എന്താ? ഈ പറയുന്ന പദക്രമദോഷ.
കുറുപ്പിന്റെ വളഞ്ഞ കാലുള്ള കുട കാണാനില്ല. അങ്ങനെ നമ്മൾ എത്തിക്കണം. ഇതാണ് ഒന്നാമത്തെ ദോഷം. ഇനി നമ്മൾ രണ്ടാമത്തെ ദോഷത്തിലേക്ക് പോകുമ്പോ അതാണ് ഇത് പൗനരുക്ത്യം അഥവാ പുനരുക്തി. പേര് പോലെ തന്നെ അല്ലെ, പുനർനിർധാരണം ചെയ്യുക, പുനരുൽപാദിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അപ്പം? ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയങ്ങൾ തരുന്ന പദങ്ങളോ ശബ്ദങ്ങളോ ഒരു വാക്യത്തിൽ വീണ്ടും ആവർത്തിച്ച് വന്നാലുണ്ടാകുന്ന ദോഷത്തെ എന്ത് പറയാം? പൗനരുക്ത്യം അഥവാ പുനരുക്തി. അതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഓരോരുത്തർക്കും പ്രത്യേകമായി ഒരേ അർത്ഥല്ലേ തരുന്നത്, ഒരേ ആശയല്ലേ തരുന്നത്. ഇത്തരത്തിലുള്ള പദങ്ങളാണ് പൗനരുക്ത്യം അഥവാ പുനരുക്തി. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഏകദേശം തോളം സമാനല്ലേ അർത്ഥം. ഇങ്ങനെ വരുന്ന ദോഷത്തെ പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്ന് പറയും. ഇനി മൂന്നാമത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ദോഷമാണ് സംഖ്യാദോഷം. സംഖ്യാദോഷം എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. 5 പുസ്തകങ്ങൾ അവിടെയുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ പ്രത്യേകമായി പുസ്തകങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് ഇവിടെ വലിയ കുഴപ്പമില്ല. ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാല് വലിയ മിസ്റ്റേക്ക് ഇല്ല അല്ലെ. ഓരോരുത്തർക്കും പ്രത്യേകമായി ആണ് ഇവിടുത്തെ തെറ്റ് വരുന്നത് കേട്ടോ. ഞാൻ ആ പുസ്തകങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ ഒരു കാര്യമുണ്ട്. കാരണം 5 പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നു. ശരിയോ തെറ്റോ? 5 പുസ്തകങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പ്രത്യേകമായി പുസ്തകങ്ങൾ കുഴപ്പമില്ല. പക്ഷെ 5 പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായി? തെറ്റായി മാറും. എങ്ങനെയാ തെറ്റാവുന്നേ? അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം നമ്മൾ എപ്പോഴും എന്ത് വേണം? ജീവനില്ലാത്ത വസ്തുക്കളെ പറയുമ്പോ എങ്ങനെയേ പറയാവൂ? ഏകവചനത്തിലെ പറയാവൂ. അപ്പൊ ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ നിങ്ങൾക്ക് ബഹുവചനത്തിൽ പറയാം. ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ നിങ്ങൾ ഏകവചനത്തിലും, ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ബഹുവചനത്തിലും വേണം പറയാൻ വേണ്ടി. 5 കുട്ടികൾ കളിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. 10 പക്ഷികൾ പറക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. അതേ സമയത്ത് 10 തേങ്ങകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? തേങ്ങക്ക് ജീവനില്ലല്ലോ. അതുകൊണ്ട് നമുക്കതിനെ പറയാൻ പറ്റില്ല. 10 ബസ്സുകൾ നിരന്ന് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 10 ബസ് നിൽക്കുന്നു, നിരന്ന് നിൽക്കുന്നു. 10 പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയാവൂ. അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഏകവചനത്തിലും, ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ബഹുവചനത്തിലും പറയാം. ഇതാണ് സംഖ്യാദോഷം. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് PSCയുടെ പാറ്റേണിൽ കണ്ടുവരുന്നത് കേട്ടോ. ഇത് കൂടാതെ സമുച്ചയ ദോഷമുണ്ട്. സമുച്ചയം എന്ന് പറഞ്ഞാല് ചേർച്ച എന്നർത്ഥം. ഓ എന്ന് പറയുന്നത് ഒരു വാക്യത്തിൽ കൃത്യമായിട്ട് ചേരണം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷം. പിന്നെ ഗതിദോഷമുണ്ട്. വച്ചുകൊണ്ട് നിന്ന് തന്നെ ഊടെ ഇങ്ങനെയുള്ള ശബ്ദം ഉണ്ടല്ലോ. ഇത് ആവശ്യമില്ലാതെ ഒരു വാക്യത്തില് ഉപയോഗിച്ചാലോ ഒന്നിലധികം പദങ്ങള് വാക്യത്തിൽ വന്നാലോ ഉണ്ടാകുന്ന തെറ്റായിട്ട് ഗതിദോഷവും പറയും. ഇപ്പൊ എന്താ? പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. ശരിയോ തെറ്റോ? പാടുന്നത് അവൾക്കും കേൾക്കാന്ന് പോരെ. പിന്നെ കൂടി എന്ന് പറയുന്നത് വേണ്ടല്ലോ. വടി കൊണ്ട് തന്നെ അടിച്ചു, വടി കൊണ്ടടിച്ചു എന്ന് പോരെ, തന്നെ വേണ്ടല്ലോ. ഇങ്ങനെ വരുന്ന ദോഷത്തെ ഗതിദോഷം എന്ന് പറയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാ? ഈ 3 എണ്ണം നിങ്ങൾ മറക്കാതെ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വാക്യശുദ്ധിയിൽ നിൽക്കുന്ന ഒരു ചോദ്യത്തെ പരിചയപ്പെട്ടു. then അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. വചനം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇല്ലാതെ PSC പരീക്ഷ ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാക്യശുദ്ധിയും വചനവും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ്. ഇത് തന്നെ ചോദിക്കണം എന്നില്ല. ഈ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. ഇവിടെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചേക്കുന്നത് ബഹുവചന രൂപമല്ലാത്തത് ഏതാ? ബഹുവചനം എന്ന് പറഞ്ഞ എന്താ? ഒന്നിലധികം സൂചിപ്പിക്കുന്നത്. മക്കൾ എന്ന് പറയുമ്പോഴോ ഒന്നിലധികം ഇല്ലേ? മകൾ, മകൻ എന്ന് പറഞ്ഞാൽ ഏകവചനാവും, മക്കൾ ബഹുവചനമാണ്. ആണുങ്ങൾ അല്ലെ, ആണുങ്ങൾ എന്ന് പറയുമ്പോ അതും എന്താ? ബഹുവചനാണ്. പിന്നെയോ അമ്മമാർ ബഹുവചനാണ്, ഒരാളെയല്ല. എന്നാൽ പെങ്ങൾ, ഇതെന്റെ പെങ്ങന്മാർ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതെന്താ? പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ അല്ലെ. അതുകൊണ്ട് ബഹുവചന രൂപമല്ലാത്തത് ഏതാണ്? പെങ്ങളാണ്. പക്ഷെ ഈ വചനത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്, വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം.
വചനം പ്രധാനമായിട്ട് എത്ര തരത്തിലുണ്ട് എന്നറിയാലോ? ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഈ ബഹുവചനത്തിലെ ചോദ്യമാണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ബഹുവചനത്തെ തന്നെ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? സലിംഗ ബഹുവചനം കേട്ടിട്ടുണ്ടല്ലോ, അലിംഗ ബഹുവചനം, അലിംഗം, പൂജക ബഹുവചനം. ഇതിൽ സലിംഗ ബഹുവചനമാണെങ്കിൽ നമുക്ക് 3 ലിംഗം ഉണ്ടല്ലോ, സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം. ഈ 3 ലിംഗത്തെയും വ്യത്യസ്തമാക്കി അവയുടെ ബഹുത്വത്തെ പറഞ്ഞാൽ സലിംഗം. ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മലകൾ, കുന്നുകൾ, പൂക്കൾ, പുഴകൾ ഒക്കെ വരുന്നത് സലിംഗമായിരിക്കും. അലിംഗം എന്ന് പറഞ്ഞാലോ, നമുക്ക് ആണും പെണ്ണും മാത്രം എടുത്താൽ മതി, അവരെ വേർതിരിക്കാതെ ഒന്നിച്ച് പറയുന്നത്. മക്കൾ എന്ന് പറയുമ്പോ അവിടെ ആരുണ്ട്? സ്ത്രീയുണ്ട്, പുരുഷനുണ്ട് അല്ലെ? ജനങ്ങൾ, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. കേരളീയർ, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. കുട്ടികൾ, 2 ലിംഗം ഉണ്ടല്ലോ. ഇത്തരത്തില് ആണ് പെണ്ണ് എന്നുള്ളതിന് ഒന്നിച്ച് പറഞ്ഞാൽ അതെന്തായി? അലിംഗ ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാലോ, ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത് അല്ലെ? നിങ്ങൾ, താങ്കൾ, അവർകൾ, പണിക്കർ, വൈദ്യർ, സ്വാമികൾ, ഇതൊക്കെയാണെങ്കിൽ പൂജക ബഹുവചനം. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. ഉത്തരം എഴുതാൻ വേണ്ടി നമുക്ക് പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് അടുത്ത ചോദ്യം. ഇനി നമ്മുടെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശൈലികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെ? സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും കണ്ടുവരുന്നതാണ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഒരു കഥയിൽ നിന്ന് വന്നേക്കുന്ന കഥാപാത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ശൈലിയാണിത്. എന്താണ് ശൈലി എന്ന് പറഞ്ഞാല്? നമുക്കറിയാലോ, നമ്മുടെ പൂർവികന്മാര് അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഈ ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെ. ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഒന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. അത്തരത്തിൽ ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ശ്ലോകത്തിൽ കഴിക്കുന്നവൻ ഒറ്റുകാരൻ, ആശിച്ച കാലം കഴിക്കുന്നവൻ, അവസാനം കാണുന്നവൻ. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഏറെ ചുരുക്കുക അല്ലെ? ശ്ലോകത്തിന്റെ പ്രത്യേകത അറിയില്ലേ? ഏറെ ചുരുക്കുക. അതുപോലെ തന്നെ ഭരതവാക്യം ചൊല്ലുക, ധനാശി പാടുക, ഈ 2 ശൈലികളുടെ അർത്ഥം എന്താ? അവസാനിപ്പിക്കുക എന്നാണ്. ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക, ശതകം ചൊല്ലിക്കുക, കഷ്ടപ്പെടുത്തുക. 5-ാം പത്തി എന്ന് പറഞ്ഞാൽ ഒറ്റുകൊടുക്കുന്നവൻ. അതുപോലെ ദീപാളി കുളിക്കുക, ധൂർത്ത് കാണിക്കുക, പാപ്പരാവുക എന്നുള്ള അർത്ഥത്തിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പ്രയോഗിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാല് ശൈലികളൊക്കെ റിപ്പീറ്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒരു ശൈലി കിട്ടിക്കഴിഞ്ഞാല് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ഒരു CPO എക്സാമിന്റെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു 7 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ഥിരം പാറ്റേണിൽ തന്നെയാണ് CPOയുടെ മലയാളം പോകുന്നത്. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഈസി ആയിട്ട് കിട്ടും. ഇതിന്റെ കൂടെ തന്നെ നമ്മളോട് ഗ്രാമർ ഭാഗത്തിലെ പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, സന്ധി സമാസവും കണക്ട് ചെയ്തിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ പേടിക്കാനൊന്നുമില്ല. എല്ലാത്തിനും ഒരു എളുപ്പ വഴികൾ കൂടി പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ മലയാളമൊക്കെ കുറേ നമുക്ക് പ്രത്യയങ്ങൾ വെച്ച് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടാണ്, എല്ലാം മറന്നു പോവാന്ന് തോന്നുവാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട. എല്ലാ വിഷയങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബൂസ്റ്റർ ബാച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ CCയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഇത്തവണത്തെ CPOയുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ പേര് അതിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിക്കാട്ടോ. അപ്പൊ ഈ ഒരു ബാച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക്